ശ്രീ അരീക്കര സുധീർ നമ്പൂതിരി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ആലോചനാ യോഗങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. നമസ്കാരം. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, സംശയങ്ങളാണ്. എന്താണ് കുംഭമേള, എന്തുകൊണ്ട് തിരുനാവായ, എങ്ങനെയാണ് അതിൻ്റെ നടത്തിപ്പ് എന്നുള്ളതൊക്കെ. ആദ്യം തിരുനാവായിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് തിരുനാവായിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് വരാനുള്ള കാരണം? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, അതായത് ഏകദേശം പറയുക 2016 നമ്മുടെ ഒരു സുഹൃത്ത് തിരൂർ ദിനേശേട്ടനും ഞാൻ ഗണപതി ഹോമം നടത്തി തുടങ്ങിയ നീളാരതി ഒരു ദിവസത്തെ ഒരു ചടങ്ങായിരുന്നു ഇത്. പിന്നീട് അവിടെ ഞങ്ങൾ ഓരോ വർഷവും വളരെ ഗംഭീരമായി ഓരോ വർഷം തോറും ഭംഗിയായി തീരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും 2021 ശേഷം ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാനല്ല, അത് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു യോഗം കൂടി എന്നിൽ നിക്ഷിപ്തമായി. അങ്ങനെ കഴിഞ്ഞ ഏതാനും 3 വർഷങ്ങളായി ഞങ്ങളുടെ നേതൃത്വത്തിൽ തത്വമസി ട്രസ്റ്റ്, അതിനൊപ്പം 6-7 ആൾക്കാർ ട്രസ്റ്റിമാരുണ്ട്, ഞാനാണ് മാനേജിംഗ് ട്രസ്റ്റി. വളരെ ഗംഭീരമായ രഥഘോഷയാത്രയോടുകൂടി ആരതി എല്ലാ കാര്യങ്ങളും നടത്തിപ്പോരുന്നു. ഈ വർഷം മഹാമണ്ഡലേശ്വർ അദ്ദേഹത്തിനെ സമീപിച്ച് അദ്ദേഹം ഇതൊരു കുംഭമേളയ്ക്ക് തുല്യമായത് ആയൊരു ചടങ്ങാണെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ഗംഭീരമായി നടത്താനുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഗംഭീരമായി ഈ ചടങ്ങ് നടത്തിക്കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ സംഘാടകർ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കുംഭമേളയ്ക്ക് തുല്യമായ, കാരണം കുംഭമേളയിൽ നദീ ഉത്സവമാണ് നടക്കുന്നത്. ഇവിടെയും അതന്നെയാണ്. ഇവിടെ ഈ മാഘമാസത്തിലെ ഈ ഒരു കാലഘട്ടത്തിൽ സപ്തനദികളുടെ പ്രവാഹമുണ്ടെന്നാണ് പരശുരാമൻ കണ്ടെത്തിയത്. ആയതുകൊണ്ടാണ് പരശുരാമർ ഇവിടെ വന്ന് ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ 21 ക്ഷത്രിയന്മാർക്ക് ബലികർമ്മം നടത്തിയതും അവർക്ക് മോക്ഷം ലഭിച്ചു എന്നു ഉള്ളതിന് കാരണം. അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ ബലികർമ്മം തുടങ്ങാൻ ഉള്ള കാരണമായി തീർന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സപ്തനദികൾ പ്രവാഹമുള്ള ത്രിമൂർത്തി സംഗമ സ്ഥാനമായ ശ്രീചക്ര സംവിധാനമുള്ള ഈ ഒരു പുഴയിൽ തീർച്ചയായിട്ടും ഈ ഒരു ഉത്സവം കൊണ്ടുപോകേണ്ടത് നാടിന് നന്മയ്ക്കും ലോകത്തിൻ്റെ നന്മയ്ക്കും അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് നടത്തിക്കൊണ്ടുപോകുന്നത്. ഏതായാലും ഞങ്ങളുടേതായ ലക്ഷ്യം ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ല അല്ലെങ്കിൽ ഈ തിരുനാവായ ഒരു ഭാഗം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം അല്ലെങ്കിൽ ഇതാക്കാം എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ ചടങ്ങുകൾ, പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്ന് അതിൻ്റെ ക്രമത്തിലൊന്ന് പറയണം. ഇതിൻ്റെ ചടങ്ങുകൾ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം വരെ 7 ദിവസം നീള രഥഘോഷയാത്രയോടുകൂടിയാണ് തുടങ്ങിയിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല. 16, 17, 18 ദിവസങ്ങളിൽ നമ്മളൊരു ശ്രാദ്ധം എന്ന് പറയും. നമ്മൾ മരിച്ചുപോയവരെ 3 സമ്പ്രദായത്തിൽ, അതായത് കൗള സമ്പ്രദായത്തിലും സാമാന്യം നടന്നു വരുന്ന സമ്പ്രദായത്തിലും കൂടാതെ വൈദിക സമ്പ്രദായത്തിൽ 3 സമ്പ്രദായത്തിലെ ശ്രാദ്ധങ്ങൾ മരിച്ചുപോയവരെ എല്ലാവരും പ്രീതിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് നടക്കുക. അതിനുശേഷം കൊടിയേറ്റം, അന്നു മുതൽ നീളാരതി, കുംഭമേളയിൽ കാശി നടക്കുന്ന തരത്തിൽ അതിൻ്റെ ഏറ്റവും ലഘുവായ രൂപമായിട്ടുള്ള കുംഭമേള, അത് കാണാൻ തന്നെ ഒട്ടനവധി ആൾക്കാർ വന്നു ചേരാറുണ്ട്. എന്തായാലും ആ ഒരു ആരതിയോടുകൂടി അതിൻ്റെ ചെറിയൊരു രൂപത്തോടു കൂടി നമ്മൾ തുടങ്ങി വയ്ക്കും. അതിനുശേഷം നമ്മൾ 20, 21, 22 ദിവസങ്ങളിൽ പൊള്ളാച്ചിയുള്ള ഭാരതപ്പുഴ തുടങ്ങുന്ന ഹില്ലിൽ, ത്രിമൂർത്തി ഹില്ലിൽ നിന്ന് രഥഘോഷയാത്ര തുടങ്ങും. അവിടുത്തെ മന്ത്രിയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് നമുക്ക് കിട്ടിയുള്ള അറിവ്. എന്തായാലും അവിടുന്ന് രഥഘോഷയാത്ര തുടങ്ങി കേരളത്തിലെ പാലക്കാട് അങ്ങനെ തുടങ്ങി വടക്കുന്നാഥ ക്ഷേത്രം, തൃശ്ശൂരെല്ലാം പോയി തിരിച്ച് ഇവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടാവുക. അതിൽ ആ രഥഘോഷയാത്ര ഇത്രയും വർഷങ്ങളായി നമ്മൾ ശ്രീചക്രം, ത്രിമൂർത്തി സംഗമസ്ഥാനമായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ ശ്രീചക്രമില്ലത്തുനിന്ന് കൊണ്ടുപോവാണ് ചെയ്യാറ്. ആ ശ്രീചക്രമാണ് കൊണ്ടുപോകാറ്. ഇപ്രാവശ്യം നമുക്ക് അതിൽ നിന്ന് ഒന്നുകൂടി നമ്മൾ വിഭിന്നമായി കേരള സംരക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ കേരള രക്ഷയ്ക്കായി 4 അംബികമാരെ പരശുരാമർ സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറയണു. ലോകാംബിക, ഹേമാംബിക, മൂകാംബിക എന്നൊക്കെ പറയുന്ന ആ സമ്പ്രദായത്തിലുള്ള, അപ്പോൾ ഫലാംബിക. അപ്പോൾ ആ 4 അംബികമാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദീപങ്ങൾ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് അത് ഈ രഥത്തിൽ വെച്ച് ആ അംബികമാരെ കൊണ്ടുമാണ് നമ്മൾ ഇപ്രാവശ്യം രഥം ഇവിടെ എത്തിച്ചേരുന്നത്. രഥം ഇവിടെ എത്തിച്ചേർന്ന ശേഷം ഉദ്ഘാടന സഭ അങ്ങനെ തുടങ്ങി ഒട്ടനവധി സാംസ്കാരിക സദസ്സുകൾ, ആദരണ സദസ്സുകൾ, ഭടജന സംഗമം, രാജവംശ സംഗമം, അങ്ങനെ ഒട്ടനവധി സദസ്സുകൾ നമ്മൾ ഇതിനൊപ്പം ഭാഗമായി നടത്തുന്നുണ്ട്. കൂടാതെ ഈ ബാക്കി വരുന്ന 12 ദിവസങ്ങളിലും ഓരോ വൈവിധ്യങ്ങളായ പൂജാ സമ്പ്രദായങ്ങൾ, അത് വെറും പൂജകളല്ല. ഗണപതി ഹോമം നമുക്കറിയാം, ആദ്യമായിട്ട് ഗണപതിക്കാൻ തുടങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഗണപതി ഹോമം, പരശുരാമ പൂജ, കേരള സൃഷ്ടാവായ പരശുരാമൻ്റെ പൂജ, യതി പൂജ, സന്യാസി പൂജ, തൈപ്പൂയ മഹോത്സവം, ഇതെല്ലാം ഇവിടെ നടന്നു വന്നിരുന്നതാണ്. ഇതെല്ലാം നടക്കും. ഇത് ഇപ്രാവശ്യം നമ്മൾ എല്ലാ വിഭാഗക്കാരെയും കൂട്ടുപിടിച്ച് ഹൈന്ദവ ഏകീകരണം അല്ലെങ്കിൽ അവരുടെ ആചരണങ്ങളെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിലൊരു പൂജാ വിധാനമാണ് ഈ 12 ദിവസങ്ങളിലും നടത്തുന്നത്. 12 ദിവസം വൈവിധ്യമായുള്ള ഭടജന സംഗമം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനൊപ്പം നടത്തിപ്പോരുന്നുണ്ട്. അവസാനത്തെ ദിവസം 2-ാം തീയതി, ഫെബ്രുവരി 2-ാം തീയതി മഹാശ്രീചക്ര നവാവരണ പൂജ നടത്തി അതിൽ ഈ ശക്തികളെല്ലാം ഒന്നിപ്പിക്കുന്ന ചടങ്ങാണ്. അത് കഴിഞ്ഞ് 3-ാം തീയതിയാണ് നമ്മളെ ഈ ഒരു കുംഭമേള ആയുള്ള ആ ഒരു ഇത്. അന്നാണ് നമുക്ക് ഈ സന്യാസി വര്യന്മാർ ഒട്ടനവധി, കഴിഞ്ഞ വർഷം വരെ 100-200 സന്യാസിമാരെ, ഇപ്രാവശ്യം നമ്മൾ 1000-2000-ലും അപ്പുറം സന്യാസിമാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലും കൂടുമെന്ന് തന്നെയാണ് വിശ്വാസം.
കൂടാതെ ഭക്തജനങ്ങൾ, ഒട്ടനവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരും. ഏകദേശം 1,00,000-ഓളം ഭക്തജനങ്ങൾ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. എന്തായാലും അന്ന് നീള ആരതിയും പൂജയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള ആ പുഴയുടെ തീരത്ത് തന്നെയാണോ അതിൻ്റെ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 10 വർഷത്തോളം തന്നെ ക്ഷേത്രത്തിന് തെക്ക് വശത്തുള്ള അരീക്കര ഇല്ലപ്പറമ്പ് എന്ന് പറയും. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് സാമൂതിരിപ്പാട് നൽകിയിട്ടില്ല ആ ഇല്ലപ്പറമ്പിൽ വെച്ചിട്ടാണ് ഈ പൂജാ കാര്യങ്ങളെല്ലാം നടന്നത്. കഴിഞ്ഞ വർഷം പൂജാ കാര്യങ്ങളും സ്റ്റേജിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെയായിരുന്നു. ഇപ്രാവശ്യം അത് സ്ഥലം പോരാതെ വരികയാണെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് തീരുമാനമായിട്ടില്ല. സ്റ്റേജ് പരിപാടികളും ആദര സമയമൊക്കെ വേറൊരു സ്ഥലത്ത് വെച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ വലിയ വ്യക്തികൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ അവിടേക്ക് സ്റ്റേജ് വന്നാൽ ബുദ്ധിമുട്ടാണ്. വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ ഉള്ള കാരണം പുറത്തേക്ക് സ്റ്റേജിൻ്റെ സാഹചര്യം ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് ബാക്കി മുഴുവൻ പറയണമെങ്കിൽ സ്വാമിയാണ് ഇതിൻ്റെ ബാക്കി സംഘാടന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭാരതത്തിൽ പല തരത്തിൽ സന്യാസം അനുഷ്ഠിക്കുന്നവരുണ്ട്. അതിൽ എല്ലാവിധ സന്യാസിമാരും ഇവിടെ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിലെയും കേരളത്തിലെയും എല്ലാ സന്യാസ സമൂഹങ്ങളും ആൾക്കാരെയും നമുക്ക് പങ്കെടുപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ പങ്കെടുക്കുന്നു എല്ലാം അദ്ദേഹമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. എന്തായാലും 23-ാം തീയതി അദ്ദേഹം ഇവിടെ അത് മുഴുവൻ വിസ്തരിച്ച് പറയും. 23-ാം തീയതിയാണ് നമ്മളെ കോർ മീറ്റിംഗ് രൂപീകരണം എല്ലാം നടക്കുന്നത്. അന്ന് ഉച്ചയ്ക്ക് ബാക്കിയെല്ലാം അദ്ദേഹം വിസ്തരിച്ച് പത്രത്തോട് പറയുന്നതാണ് ഇതിന് തുടക്കത്തിൽ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഈ ഒരു ചടങ്ങുമായി ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും? തീർച്ചയായിട്ടും അങ്ങനെ ആരും, അതായത് അന്ന് മുതൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ തയ്യാറാണ്. ഞാൻ കഴിഞ്ഞ വർഷം മീറ്റിംഗ് നടത്തിയപ്പോൾ ഉണ്ടായിരുന്നു. അവർ പല വ്യക്തികൾ ഞങ്ങൾ അവിടെ തുടങ്ങാം ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പോവുകയാണുണ്ടായത് ഞങ്ങളോട് ഇതായിട്ട്. അപ്പോൾ അദ്ദേഹം വരാൻ തയ്യാറാണ്. ഞങ്ങൾ അദ്ദേഹം കൂട്ടുപിടിച്ചിട്ട് എല്ലാവരെയും കൂട്ടുപിടിച്ച് കൊണ്ടുപോകണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരാളെ വിട്ടു നിർത്തി കൊണ്ടൊരു ഉത്സവം അല്ലാതെ എല്ലാവർക്കും ലോക നന്മയ്ക്ക് വേണ്ടി തന്നെ ചെയ്യുന്നൊരു ഉത്സവമാണ്. എല്ലാവരും പങ്കെടുക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇത്രയും ചെറിയൊരു ഗ്രാമമാണ് തിരുനാവായ, പക്ഷേ ഏറ്റവും ശക്തി ചൈതന്യമുള്ള ഒരു ഭൂമിയാണെന്നുള്ളത് പറയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു സങ്കല്പം വരുന്നത്? തീർച്ചയായിട്ടും ഒരു പുരാതന കാലഘട്ടം, നാട്ടുരാജഭരണ കാലഘട്ടത്തിൽ കേരളത്തിൽ രാജാക്കന്മാരെ കൊണ്ടുവന്ന് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് പറയുന്നു. ആ കാലഘട്ടത്തിൽ 64 നാട്ടുഗ്രാമങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ഗ്രാമങ്ങളിലെ രാജാക്കന്മാരെല്ലാം ഇവിടെ തിരുനാവായ ഒത്തുകൂടി, തിരുനാവായ ഒരു തലസ്ഥാന നഗരമായിരുന്നു. ഇവിടെ ഒരു വാൾപ്പറമ്പുണ്ട്. ഇവിടെ ഒത്തുകൂടി ഇവിടെ നിന്ന് രാജഭരണം നിശ്ചയിക്കുന്ന ചടങ്ങായിരുന്നു. അന്ന് ഓരോ വർഷത്തെയും കണക്കുകൾ ഓരോ നാട്ടുരാജ്യങ്ങളും ഭരിച്ച് അവിടുത്തെ ചിലവ് വരവ് കണക്കുകൾ ഭഗവാന് മുന്നിൽ അവതരിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പുതിയ രാജഭരണം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അവർ ഇത് ഏറ്റെടുക്കുക എന്ന ചടങ്ങുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് സന്യാസിവര്യന്മാരും പത്മനാഭകൊട്ടാരത്തിൽ ഇവരെല്ലാവരും വന്ന് ഇവിടെ ഒരു ഓല വായന മാതിരി ഇവിടെ ഭഗവാന് മുന്നിൽ അവതരിപ്പിച്ചതായിരുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയും പുണ്യമായൊരു തലസ്ഥാന നഗരമായി ആരാധിച്ചിരുന്ന സങ്കേതമാണ്. അപ്പോൾ ആയതുകൊണ്ടാണ് ഇത് ഇനിയും മുന്നോട്ട് തന്നെ വരണം എന്ന ആഗ്രഹത്തോടെയാണ് ഇത് നടത്തുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര സംഗമസ്ഥാനം മറ്റെവിടെയും കേരളത്തിലുള്ളതായിട്ടുള്ള അറിവില്ല? ഇല്ല, കേരളത്തിലും ഇല്ല. അത് ഇനി ഉള്ളത് ഈ പറഞ്ഞ 3 അത് നിത്യപൂജ നടക്കുന്ന ബ്രഹ്മക്ഷേത്രങ്ങൾ ലോകത്തിൽ തന്നെ ഇല്ല. കാരണം ബ്രഹ്മാവിനെ പൂജിക്കാൻ പാടില്ല എന്നൊരു സങ്കല്പമുണ്ട്, ശാപം എന്നുള്ള മാതിരിയാണ്. അപ്പോൾ ആയതുകൊണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ യാഗത്തിന് വന്നിരുന്നിട്ടുള്ള ദേവര സങ്കല്പമാണ്. ആയതുകൊണ്ടാണ് ഇവിടെ പൂജയും കാര്യങ്ങളും വന്നത്. അപ്പോൾ ആയതുകൊണ്ട് ഇതേമാതിരി ക്ഷേത്രം ഉണ്ടാവാൻ സാധ്യത ലോകത്തിൽ തന്നെ ഉണ്ടാവും എന്നൊരു ബ്രഹ്മക്ഷേത്രം ഉണ്ടാവും. പക്ഷേ ത്രിമൂർത്തികളായി ഒന്നിച്ച് നിൽക്കുന്ന സങ്കേതം ലോകത്തിൽ തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭാരതപ്പുഴ, ഭാരതത്തിൻ്റെ പേരിൽ മറ്റൊരു പുഴയും ഉണ്ടാകില്ല. മാത്രമല്ല സാധാരണ പടിഞ്ഞാട്ട് ഒഴുകുന്ന പുഴ നാവാമുകുന്ദൻ്റെ മുമ്പിൽ തെക്കോട്ടാണ് ഒഴുകുന്നത്. അതൊക്കെ ഏറെ വൈശിഷ്ട്യം നിറഞ്ഞ കാര്യങ്ങളായിട്ടാണ്. തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നവാമുകുന്ദൻ്റെ ഈ തിരുനാവായെ പറ്റി പറയുകയാണെങ്കിൽ 5 രഹസ്യങ്ങളുണ്ട്. എന്നോട് എപ്പോഴും ശബരിമലയ്ക്ക് ഇൻ്റർവ്യൂ ചോദിക്കുന്നതാ. 5 രഹസ്യങ്ങളിൽ അതിലൊന്നാണ് പുഴ കിഴക്കാട്ടാണോ പടിഞ്ഞാട്ടാണോ ഒഴുകുന്നത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഇവിടെ പണ്ട് മുങ്ങിപ്പോയ ഒരാളെ മരിച്ചുപോയ ഒരാളെ ശവം കിട്ടിയത് കിഴക്ക് ഭാഗത്തു നിന്നാണ്. പടിഞ്ഞാട്ട് ഒഴുകുന്ന ഇതെങ്ങനെ കിഴക്ക് ഭാഗത്ത് പോയി പെട്ടു അറിയില്ല. നമുക്ക് പലതും പറയാം, എങ്കിലും അത് ആ പുഴയുടെ ഗതി അങ്ങോട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആലിൻ്റെ ഇല അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു പറയുന്നുണ്ട്. ഇവിടുത്തെ വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹത്തിനൊക്കെ മൂല്യമുള്ള വിഗ്രഹങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി അങ്ങനെ കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞത് ഞാൻ കേട്ടു. എന്തായാലും ആ വക ചൈതന്യങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ സങ്കേതമാണ്. അതിനൊക്കെ അപ്പുറം ഈ ത്രിമൂർത്തി സംഗമത്തിൻ്റെ ആ ശക്തിക്ക്, അതായത് നമുക്കൊരു ശ്രീചക്രം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂജാവിധാനം. എല്ലാ വിഭാഗവുമായിട്ടും മറ്റും ചെയ്യുന്നത്. അതിന് മധ്യബിന്ദു ത്രികോണമാണ്. ആ മധ്യബിന്ദുവിൽ കിടക്കുന്നത് തലപ്പത്ത് നടുവിൽ ശിവനും അപ്പുറത്ത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സങ്കല്പ. അപ്പോൾ അതേ സംവിധാനം തന്നെയാണ് ഇവിടെ. വടക്കേക്കരയിൽ തെക്കേക്കരയിൽ ബ്രഹ്മാവും ശിവനും, വടക്കേക്കരയിൽ മഹാവിഷ്ണു, ആ 3 അറ്റത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ശ്രീശക്തിക്ക് പ്രാധാന്യമുള്ള സങ്കേതം തന്നെയാണ് ഇത്.
സംശയമില്ല. ഇതിനപ്പുറം മഹാകുംഭമേളയും ഇവിടേക്കുള്ള സാധ്യതകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും 12 വർഷത്തിൽ ഒരിക്കലാണ് ഇത് നടക്കാറ്. മറ്റത് മാഘമേള എന്ന സങ്കല്പത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത 2028 12ാമത്തെ വർഷം നമ്മൾ തുടങ്ങിയിട്ട് ഇതിൽ മഹാകുംഭമേള എന്ന തരത്തിൽ തന്നെ തീർച്ചയായിട്ടും ഇവിടെ വന്നു ചേരും. അതിനുള്ള നേരത്തിലാണ് സ്വാമിയും ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. തിരുനാവായും ഭാരതപ്പുഴയും ആ പൗരാണിക കാലത്തുണ്ടായിരുന്ന അതിൻ്റെ ആ ഗരിമയിലേക്കും പ്രൗഢിയിലേക്കും തിരിച്ചെത്താനുള്ള ഒരു വഴി കൂടിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു രാജഭരണം അല്ലെങ്കിൽ സാമൂതിരി വന്നതിന് ശേഷമാണ് യുദ്ധ ഉത്സവം എന്ന സങ്കല്പത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്, മാമാങ്കം എന്ന സങ്കല്പത്തിൽ. അതിനു മുമ്പ് ഈ അതിന് തുടങ്ങിയുള്ള ഓരോ രാജാക്കന്മാരും നടത്തിയ, അതായത് മാഘമകം അല്ലെങ്കിൽ ഈ ഉത്സവം നടത്തതായ തെളിവുകൾ അവരുടെ രേഖകൾ തന്നെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഏതായാലും വരും വർഷങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു ആൾ എന്നോട് പറഞ്ഞതാ, അദ്ദേഹം പറഞ്ഞു ഈ തൃശ്ശൂർ പൂരം തുടങ്ങിയത് അവിടുത്തെ തമ്പുരാൻ ഇവിടുത്തെ ഇത് കണ്ടിട്ടാണ് അതിൽ തൃശ്ശൂർ പൂരം തുടങ്ങിയത്. അപ്പോൾ തൃശ്ശൂർ പൂരം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ ഇത് തുടങ്ങിയിട്ടാണെങ്കിൽ അപ്പോൾ അതിനും ഗംഭീരമായിരിക്കണമല്ലോ ഇവിടെ, നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള, അപ്പോൾ അതിലും ഗംഭീരമായിരിക്കണമല്ലോ ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തരത്തിലേക്ക് നമുക്ക് എത്തിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എന്തായാലും 23-ാം തീയതിയാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അന്ന് ചേരുന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. എന്നാണെങ്കിലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഒരു ആഘോഷമായിട്ട് ഈ കുംഭമേള മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, News 18.